ഹേജു മദ്യപിച്ചതിന് ശേഷമാകട്ടെ അവൾക്ക് വീട്ടിലൊക്കെ പോകണമെന്ന് സയോണോട് പറയുകയാണ്. പക്ഷെ സയോണും അവളെ വീട്ടിൽ പോകുവാനായിട്ടൊന്നും അനുവദിക്കുന്നില്ല. പിന്നെ അവളും ഹീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ അവൻ ശ്രമിക്കുമ്പോഴത്തേക്കും എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്നെയും ആരുടെ മുമ്പിലും കാണിക്കാത്തതെന്നൊക്കെയാണല്ലോ നീയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ ഞാനും ഇപ്പോൾ വേദനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാനും നിന്റെ വീക്ക്നെസ് ആണെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ് വീക്ക്നെസ് എന്ന് നിനക്കറിയാമോ? എന്തായാലും നീ ഇന്നലെ ചെയ്തത് പോലും ഒട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ ഹിച്ചു സൈൻ ലാംഗ്വേജിൽ കാണിക്കുമ്പോഴത്തേക്കും അതൊന്നും മനസ്സിലാക്കുവാനായിട്ട് സയോണ് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്താ എന്നെ വല്ല ചീത്തയും വിളിച്ചതാണോ എന്നൊക്കെ സയോണും ചോദിക്കുന്നു. മാത്രമല്ല അവളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. കൃത്യം 10 മണിയൊക്കെ ആകുന്ന സമയത്ത് സയോണും ആ ഒരു കിഡ്നാപ്പറുടെ അടുത്ത് നിന്ന് കോളൊക്കെ വരുന്നു. കോള് ട്രേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 10 മിനിറ്റ് തുടർച്ചയായിട്ട് അവൻ സംസാരിക്കുന്നതാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനും അയാളുടെ അടുത്തൊക്കെ സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നു. നീ എന്റെ വൈഫിനെ കൊല്ലുമെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവള് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ഇന്നലെ ആകട്ടെ നീ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് എന്തുകൊണ്ടാണ് നീ ഒന്നും സംസാരിക്കാത്തതെന്നൊക്കെ സയോണും അയാളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. നീ ഇപ്പോൾ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തല്ലേ ഉള്ളത്. ഇത്രയും നേരം നിന്റെ ഒപ്പം നിന്റെ വൈഫ് കൂടി ഇല്ലായിരുന്നോ? ഞാനും കുറെ നേരമായിട്ട് നിന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നീയും ഫുഡൊന്നും ശരിക്കും കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടു മുമ്പിൽ ഉണ്ടായിരുന്ന ഫുഡിന്റെ പേര് കൂടി അയാളും പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കുമാണ് അയാൾ എത്രത്തോളം സീരിയസ് ആണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാകുന്നത്. അയാളും സയോണിന്റെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിലുള്ള ആൾക്കാർക്കിടയിൽ അയാൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ സയോണും നോക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാൾ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന സയോണും അയാളെ ഫോളോ ചെയ്ത് ടോയ്ലറ്റ് വരെയൊക്കെ ചെല്ലുകയാണ്. പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് താൻ ഉദ്ദേശിച്ച കിഡ്നാപ്പർ അല്ല അതെന്ന കാര്യമൊക്കെ സയോണ് മനസ്സിലാക്കുന്നത്. എന്റെ വൈഫിനെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുവാനായിട്ടൊക്കെയാണ് നിന്റെ ശ്രമമെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. നിനക്ക് എന്റെ വൈഫ് ആരാണെന്നെങ്കിലും അറിയാവോ? നിനക്ക് അവളുടെ പേരെങ്കിലും അറിയാമോ എന്നൊക്കെ സയോൺ ചോദിച്ച് അയാളെ അന്വേഷിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് നിന്റെ റിയൽ ആയിട്ടുള്ള വൈഫിന്റെ പേര് ഹീജു എന്നല്ല എന്നൊക്കെ അയാളും ചോദിക്കുന്നത്. നീ ശരിക്കും വിവാഹം കഴിക്കുവാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ചൊങ്വുൺ ഡെയിലി ന്യൂസിന്റെ ചെയർമാന്റെ മൂത്ത മകളെയൊക്കെ ആയിരുന്നു. അവളുടെ പേര് ഹോങ് ഇന്ന എന്നാണ്. പക്ഷെ കല്യാണത്തിന്റെ തലേദിവസമാകട്ടെ അവളും കല്യാണമൊക്കെ ഉപേക്ഷിച്ച് ഒളിച്ചോടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം ആർക്കും തന്നെ അറിയുകയുമില്ല. പക്ഷെ നീയാകട്ടെ ചേച്ചി ഒളിച്ചോടി പോയത് കൊണ്ട് തന്നെ അനിയത്തിനെയൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലീസിനെ ഒന്നിപ്പിക്കുവാനായിട്ടും ആ ഒരു ബന്ധമൊക്കെ ശക്തിപ്പെടുവാനായിട്ടും നിനക്ക് അവളുടെ അനിയത്തിനെ വിവാഹം കഴിച്ച് ഒരു തടവ് പുള്ളിനെ പോലെയൊക്കെ വീട്ടിൽ പാർപ്പിക്കേണ്ടതായിട്ട് വന്നു. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ആർക്കും അറിയാത്ത ഈ ഒരു രഹസ്യം എങ്ങനെ എനിക്ക് അറിയാമെന്നെങ്കിലും നിനക്ക് ചോദിച്ചൂടെ എന്നൊക്കെ കിഡ്നാപ്പർ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് നിനക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് സയോണും അയാളുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. എന്റെ ഡിമാൻഡ് ഇങ്ങനെയാണ്. നീ ആകട്ടെ ഹീജുവിനെ ഉപേക്ഷിക്കണം. പിന്നീട് ശരിക്കും വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഇനേനെ തന്നെ വിവാഹം കഴിക്കണം. അല്ലെങ്കിലും നിന്റെ ലൈഫില് ഹീജുവിന് ഒരു സ്ഥാനവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിക്കാനോ എളുപ്പമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് കിഡ്നാപ്പർ ആയിരുന്നില്ല, മറിച്ച് ഹീജു ആയിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നെല്ലാം തന്നെ കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കിഡ്നാപ്പറും സയോണെ കോൾ ചെയ്ത് കഴിഞ്ഞ സമയത്താകട്ടെ അവളുടെ ഡെഡ് ബോഡിക്ക് ആയി കഴിയുമ്പോഴത്തേക്കും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഒരു തവണ കോളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു സമയത്താകട്ടെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന ഹീജും അവനെ വീണ്ടും വിളിക്ക്, എനിക്ക് അവനോട് സംസാരിക്കണമെന്നൊക്കെ കിഡ്നാപ്പറോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവളും യഥാർത്ഥത്തിൽ ഓമയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ആ ഒരു സീനിലായിരുന്നു റിവീൽ ചെയ്യുന്നത്. സഹോൺ ഫോണൊന്നും എടുക്കാതെ വന്നിട്ടുണ്ടായിരുന്ന ദേഷ്യത്തില് ഹീച്ചും വളരെയധികം സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടിയും ഒന്ന് ആക്സിഡന്റിലൊക്കെ ആവുകയാണ്. ഈ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സമയത്താകട്ടെ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നിട്ടുണ്ടായിരുന്ന കിഡ്നാപ്പറുടെ തലയൊക്കെ എവിടെയോ ചെന്ന് ഇടിച്ചിട്ട് അയാളുടെ ബോധമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഹീച്ചും ആ ഒരു സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ എടുത്തുകൊണ്ടാണ് വണ്ടിയിൽ നിന്നും പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ നീ ഹീജുവിനെ ഉപേക്ഷിച്ച് ഇനേനെ വിവാഹം കഴിക്കണം. അതല്ല എങ്കിൽ നീയും എനിക്ക് 2 ബില്യൺ ഒക്കെ നാളത്തേക്ക് തരണം. നീയും തീരുമാനമൊക്കെ നാളെ തന്നെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹീജും കോളൊക്കെ കട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആരാണെന്ന് പഠിക്കുവാനായിട്ടൊക്കെ നീ പോകണം. 100-ലധികം റിപ്പോർട്ടേഴ്സ് ആകട്ടെ ഡെയിലി ഞാൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നീ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് ഫേക്ക് ന്യൂസ് ആക്കി മാറ്റുവാനായിട്ട് എനിക്ക് എളുപ്പമാണ്. അങ്ങനെ ഇരിക്കെ നീ പറയുന്ന ഡിമാൻഡ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഹീജുവിനെ ഉപേക്ഷിക്കുന്നത്? എന്റെ ആളെ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്കൊക്കെ വലിച്ചിഴക്കുന്നത് എന്നൊക്കെ സൗണ്ട് ചോദിക്കുന്ന സമയത്താകട്ടെ ഹീജുവും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണ്.
നീ ഇത്രയ്ക്ക് കാര്യമായിട്ട് വിചാരിക്കുന്ന നിന്റെ ആൾക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ഇന്നലെ ആകട്ടെ ഞാൻ അവളുടെ കാറിൽ തന്നെ അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ കൊല്ലുവാനായിട്ട് അവളുടെ കഴുത്തൊക്കെ ഞെരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു കത്തി പോലും ഉണ്ടായിരുന്നു. അവളെ ഞാൻ ശരിക്കും കൊല്ലുവാനായിട്ട് തുടങ്ങിയതാണ്. അവളും ആകെ പേടിച്ചൊക്കെയായിരുന്നു ഇരുന്നത്. അവൾക്കാകട്ടെ സംസാരിക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ തന്നെ കൊല്ലാതെ വിടാമോ എന്ന് ചോദിക്കുവാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ റോഡും ആകെ മൊത്തത്തിൽ നനഞ്ഞൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ കാറും ചെറുതായിട്ടൊന്ന് ആക്സിഡന്റിലൊക്കെ ആയി. ഇന്നലെ എന്തായാലും അവൾ മരിക്കേണ്ടതായിരുന്നു. നീ തന്നെ അല്ലായിരുന്നോ അവളുടെ ശവമൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹിജു ചോദിക്കുമ്പോഴാകട്ടെ, ഇത്രയും കാലമായിട്ടും ഒരാളെ കുറിച്ച് അറിയുവാനായിട്ട് ഞാൻ ഇത്രത്തോളം ക്യൂരിയസ് ആയിട്ട് ഇരുന്നിട്ടില്ല. നിന്നെ എന്തായാലും അറസ്റ്റ് ചെയ്യുമെന്നൊന്നും നീ വിചാരിക്കണ്ട. ഞാനും എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ പിടിക്കുന്നതായിരിക്കുമെന്നൊക്കെ സേൺ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ടൈമറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഹീജുവിന്റെ ഫോണിൽ ടൈമറൊക്കെ ബെല്ലടിക്കുന്നു. അതായത് 10 മിനിറ്റ് നേരം മാത്രമാണല്ലോ ഇവർക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുക. 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അവൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ട്രേസ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ അവളും കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അവനും ഈ കോളിന്റെ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയിലൊക്കെ കൈ ചെന്ന് ഇടിപ്പിച്ചിട്ട് കൈയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. ഹേജുവിനാകട്ടെ ശരിക്കും പണി കിട്ടിയോ അതോ അവൻ അതൊക്കെ വിശ്വസിച്ചോ എന്ന സംശയത്തിലേക്കാണ് ഉള്ളത്. വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ഹീജുവും അവിടെ വെച്ച് സയോണൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ കാണാതെ ഒളിച്ചു പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ സയോണും അവളെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. സയോണും നേരെ അവളെ പിടിച്ചോണ്ടൊക്കെ പോയിട്ട് ഒരു റൂമിന്റെ അകത്തൊക്കെ ലോക്ക് ചെയ്യുകയാണ്. പിന്നീടാകട്ടെ, നീ നിന്റെ ഫോണൊക്കെ എടുക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെയുള്ള മറുപടി അതിൽ ടൈപ്പ് ചെയ്യുന്നൊക്കെ അവളോടും പറയുന്നു. ഇന്നലെ നിനക്ക് കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സൗൺ ചോദിക്കുന്ന സമയത്താകട്ടെ അവളും ഉണ്ടായിരുന്നു എന്ന റിപ്ലൈ ഒക്കെ നൽകുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് കിഡ്നാപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നൊക്കെ അവനും മനസ്സിലാക്കുന്നത്. നിനക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെക്ക് ചെയ്യുകയാണ്. നീ അവന്റെ ഫേസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ അവനും ചോദിക്കുന്നു. പക്ഷെ അവളും അയാളുടെ ഫേസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുഖം കണ്ടില്ല എന്ന മറുപടിയൊക്കെ കൊടുക്കുകയാണ്. അവനും കത്തിയൊക്കെ വെച്ചിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നു എന്നൊരു മറുപടിയൊക്കെ അവളും കൊടുക്കുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചൂടെ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനാകെ നെർവസ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഇപ്പോഴും നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട് വല്ലതും നിനക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളും ഇല്ല എന്ന മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും നീ ഇനി ബോഡി ഗാർഡ്സിന്റെ കൂടെ മാത്രം എവിടെയെങ്കിലും പോയാൽ മതി. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കും ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുന്നു. ഹീജു തന്നെയാണ് കിഡ്നാപ്പർ എന്ന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഒന്നും തന്നെ അവൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവളും സമാധാനിക്കുന്നു. സായോണും പാർക്കിനെ കോളൊക്കെ ചെയ്യുന്നുണ്ട്. കൃത്യം 10 മിനിറ്റ് എന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു കോളൊക്കെ കട്ട് ആയത് കൊണ്ട് തന്നെ അയാളെ ട്രേസ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. അയാളും ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുണ്ട് എന്ന രീതിക്കൊക്കെയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവരുടെയും ലിസ്റ്റ് ഒക്കെ കണ്ടെത്തണം. പിന്നെ അയാളും ഒരു വോയിസ് മോഡുലേറ്റർ ഒക്കെ യൂസ് ചെയ്തതിനു ശേഷമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡുലേറ്റർ ഒന്നും ഇല്ലാതെ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശബ്ദം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ നീയും കണ്ടെത്തി എന്നെ അറിയിക്കണമെന്നൊക്കെ ആയിരുന്നു പാർക്കിന്റെ അടുത്തും സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.